വെൽക്കം ടു മൂവി ബ്രാൻഡ്. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. 2003 ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് താരം. സോഷ്യൽ മീഡിയയിൽ നയൻതാര സജീവമല്ലെങ്കിലും വിഘ്നേഷ് വളരെ സജീവമാണ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. വിവാഹം കഴിഞ്ഞ് 5 മാസം തികയും മുൻപാണ് തങ്ങൾ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത്. വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത്. ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ്. എന്നാൽ സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നയൻതാര വിഘ്നേഷ് ശിവൻ ദമ്പതികളുടെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന തരത്തിൽ ആരാധകർക്ക് പോലും സംശയം ഉടലെടുത്തത്. ഭർത്താവ് വിഘ്നേഷ് ശിവനെ നയൻതാര ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തെടുത്ത് നിന്നുമാണ് വിവാദങ്ങളുടെ തുടക്കം. പക്ഷേ വാർത്ത പുറത്തു വന്നതും വിഘ്നേഷ് ശിവൻ അധികം താമസിക്കാതെ തന്നെ നയൻതാരയുടെ സ്കിൻ കെയർ ബ്രാൻഡായ നയൻ സ്കിൻ നടത്തുന്ന പുരസ്കാരദാന ചടങ്ങിന്റെ വിവരം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തു. ഇതിന്റെ പോസ്റ്റർ ചിത്രത്തിൽ നയൻസ് ആണ്. ഇപ്പോൾ നടിയുടെ സ്വകാര്യ ജീവിതം അത്ര സുഖകരമായ അവസ്ഥയിലല്ലെന്ന് റിപ്പോർട്ടുകൾ വരുമ്പോൾ വേണുസ്വാമിയുടെ പ്രവചനം സത്യമാകുകയാണോ എന്ന ആശങ്കയാണ് ആരാധകർക്ക്. ഇരുവരുടെയും സമയം പ്രശസ്ത ജ്യോതിഷിയായ വേണുസ്വാമി നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ വൈറലായിരുന്നു. നയൻതാരയും വിഘ്നേഷ് വിവാഹിതരായാൽ ജാതകപ്രകാരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും, നഷ്ടങ്ങൾ ഉണ്ടാകും, പിരിയാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് വേണുസ്വാമി അന്ന് പ്രവചിച്ചത്. വിവാഹത്തിന് ശേഷം നയൻതാരയുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. വാടക ഗർഭധാരണത്തിലൂടെ നയൻതാര 2 കുട്ടികളുടെ അമ്മയായി. അതിനുശേഷം നിരവധി വിവാദങ്ങളും കേസുകളും അതിന്റെ ഭാഗമായി നടി നേരിട്ടു. ജവാൻ, അന്നപൂരണി തുടങ്ങിയ സിനിമകളാണ് നടിയുടേതായി പുറത്തെത്തിയത്. എന്നാൽ അന്നപൂരണി നടിക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അന്നപൂരണി സിനിമയിലെ മതനിന്ദ ആരോപിച്ച് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി നയൻതാരയ്ക്കെതിരെ കേസ് വന്നിരുന്നു. അന്നപൂരണി ചിത്രത്തിന്റെ സംവിധായകൻ, നിർമ്മാതാവ്, നെറ്റ്ഫ്ലിക്സ് അധികൃതർ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു വലതുപക്ഷ സംഘടന സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായി അഭിനയിക്കുന്ന നയൻതാര ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുൻപ് ഹിജാബ് ധരിച്ച് നമസ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള രംഗങ്ങൾ സിനിമയിലുണ്ട്. നയൻതാര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സുഹൃത്ത് അവളെ മാംസം മുറിക്കാൻ നിർബന്ധിക്കുന്നു. ക്ഷേത്രത്തിൽ മാംസമാകാമെന്നും അതിന് കുഴപ്പമില്ലെന്നും പ്രചരിപ്പിച്ചു. ഹിന്ദു ദൈവങ്ങൾ മാംസാഹാരികൾ എന്നുവരെ പ്രചരിപ്പിച്ചു. ശ്രീരാമനും സീതാദേവിയും മാംസം കഴിച്ചിരുന്നുവെന്ന് അവകാശപ്പെടുന്നു. മുസ്ലിം പുരുഷന്മാർ ഹിന്ദു പെൺകുട്ടികളുടെയും സ്ത്രീകളെയും മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് ഉപയോഗിക്കുന്ന ലവ് ജിഹാദ് എന്ന പദമാണ് സിനിമ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ജസ്വനി ആരോപിച്ചു. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി തന്റെ ആഗ്രഹം പോലെ ലോക പ്രശസ്ത ഷെഫ് ആകുന്നതാണ് അന്നപൂർണയുടെ ഇതിവൃത്തം. ഡിസംബർ 1 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. കാര്യമായി ശ്രദ്ധ നേടാതിരുന്ന ചിത്രം പിന്നാലെ OTT പ്ലാറ്റ്ഫോമുകളിലും എത്തി. വിവാദങ്ങൾക്ക് പിന്നാലെ നെറ്റ്ഫ്ലിക്സിൽ നിന്നും ഈ ചിത്രം നീക്കം ചെയ്തിരുന്നു.